ചാവോ. ഇതാണ് സാറേ നമ്മുടെ കമ്പനി. ഇത് ചെറിയ രീതിയിൽ തുടങ്ങിയാണ് ആദ്യം. സാറേ ഇവിടുത്തെ പിക്കിളിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. വിളമ്പിയത് തികയാതിരുന്നിട്ട് കല്യാണം വരെ മുടങ്ങിപ്പോയ കഥയുണ്ട്. ഇത് ദിസ് ഈസ് മുറുക്ക്. ഇനി എന്തിനാണ് ഹിന്ദിയിൽ പറയുന്നത്? നല്ല ടേസ്റ്റ് ആയിരിക്കും. സൂപ്പർ. ഇത് അച്ചപ്പം. മുറുക്ക്. ഇതൊക്കെ ബോംബെയിൽ കൊണ്ടുപോയി വിൽക്കുവോ? യെസ്, all the products, Surabhi Pickles and all the products should reach the every kitchen of the Mumbai family. എവരി കിച്ചൺ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യോ? യെസ്, ഉറപ്പായിട്ടും. താങ്ക് യു. മുംബൈയിൽ ഒരു മെഗാ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അവിടെ സുരഭി പിക്കിൾസിന്റെ സർവ്വ പ്രോഡക്ട്സും എത്തിക്കണം ഉടനെ തന്നെ. അപ്പൊ ലോഡ് എന്ന് കൊണ്ടുപോകാൻ പറ്റും? ഒരു 2 ദിവസത്തിന്റെ അകത്ത്. ശരി. പിന്നെ അവിടെ ഫുഡ് ഫെസ്റ്റിന്റെ സ്റ്റാളിനും മറ്റും വേണ്ടി ഒരു എമൗണ്ട് അടക്കേണ്ടി വരും. കുറച്ചെന്ന് പറയുമ്പോ എത്ര അടക്കേണ്ടി വരും? ഒരു 3 lakhs. പിന്നെ അത് കഴിഞ്ഞ ഉടൻ തന്നെ തിരിച്ചു കിട്ടും. ഫുഡ് ഫെസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പൊ സാറിന്റെ അക്കൗണ്ടിൽ നാളെ രാവിലെ തന്നെ പൈസ ഇട്ടേ? ഉടനെ തന്നെ. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പക്ഷേ ഇല്ലേ, ഇന്ത്യ മുഴുവൻ ഞങ്ങളുടെ സാധനങ്ങൾ കൊണ്ട്, സുരഭി പിക്കിളിന്റെ സുരഭിയുടെ കമ്പനിയുടെ സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കണം. അമ്മ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല. അതായത് ഓൾ ഓവർ ഇന്ത്യ കിച്ചണിൽ മൈ സുരഭി പ്രോഡക്റ്റ് ഇൻക്ലൂഡിംഗ് ലോ പ്രൈസ് ബട്ട് ഹൈ ടേസ്റ്റ്. യു അണ്ടർസ്റ്റാൻഡ്? എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നത്? അമ്മ എനിക്കറിയാന്ന്. ഓക്കെ സാറേ, പിന്നെ വേറൊരു കാര്യം ഉണ്ട്. ഇവിടത്തെ പതിവ് ഷോപ്പുകൾക്കൊക്കെ കൊടുക്കാതെയാണ് സാറിന് ഇപ്പൊ ബോംബെയിലോട്ട് അയക്കാൻ നമ്മൾ തരണത്. അപ്പൊ ഒരു എഗ്രിമെന്റ് ഇല്ലേ? എഗ്രിമെന്റ് വേണം. അതെ, നമുക്ക് എല്ലാം ഡോക്യുമെന്റ് വഴി തന്നെ പോവാം. വേണമെങ്കിൽ ഒരു എഗ്രിമെന്റ് വെക്കാം, കുഴപ്പമില്ല. അതെ, ഈ എഗ്രിമെന്റ് വെക്കുന്നത് കമ്പനിയുടെ കാര്യം ആയതുകൊണ്ടാട്ടോ. എനിക്കറിയാം. താങ്ക് യു വെരി മച്ച്. എനിവേ, നിങ്ങളുടെ കമ്പനിക്ക് പുതിയൊരു ചുവടുവെപ്പിന് എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. അയ്യോ, എന്താ ഈ കാര്യങ്ങള്? സുരഭി പിക്കിൾസിന്റെ പുതിയ പ്രോഡക്റ്റേ മുംബൈയിൽ 4 ലോഡ് പറഞ്ഞു വിട്ടിട്ടുണ്ട് അല്ലേ അമ്മ? നന്നായി. ബോംബെയിലുണ്ടല്ല, അവിടെ എന്തിനാണ് മക്കളെ? ഫുഡ് ഫെസ്റ്റിവൽ തന്നെ, അത് നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് 3-4 സ്റ്റാളില് മുഴുവൻ സുരഭി പിക്കിൾസ് വെക്കാന്നാണ് അവര് പറഞ്ഞത്. അതെ, വെക്കും അല്ലേ? വെക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, നോക്കിയും കണ്ടും ഒക്കെ ചെയ്തോണല്ലോ. അതൊക്കെ നമുക്കറിയാം. എല്ലാത്തിലും ഞങ്ങള് മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് വെച്ചിട്ട് ചോക്ര മോനെ കൊണ്ട് സൈനും ചെയ്യിച്ചിട്ടുണ്ട്. അതാദ്യം പേര് അമ്മയും മോളും തീരുമാനിച്ചു. അതൊക്കെ ശരിയല്ല. കുറെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് മാഡത്തിന് ഈ ഫീൽഡില്, അതുകൊണ്ടായി പറയുന്നത്. അതൊക്കെ ശരി തന്നെ ഇരിക്കും. പിന്നെ അത് മാത്രമല്ല, മുംബൈയിൽ നിന്ന് തരുൺ ചോപ്ര വന്നപ്പോ അമ്മയ്ക്ക് ഭയങ്കര പുച്ഛമായിരുന്നു. 2-3 പുച്ഛമാണ് ഇട്ടത്, ഞാൻ കണ്ടു. ഞാനവിടെ പുച്ഛിച്ചെന്ന് എപ്പോഴാ ഞാൻ അയാളെ പുച്ഛിച്ചത്? പറയണേ. കുറെ തവണ പുച്ഛിച്ചു, 1, 2, 3 തവണ. ആവശ്യമില്ലാത്ത വർത്താനം ഞാൻ എന്ത് സമാധാനം പറഞ്ഞ മാഡം, ഈ പാതയെ ചൊല്ലി ഒരു വർത്താനം വേണ്ട. അതെങ്ങനെയാണ് മിണ്ടാതിരിക്കണത്? മുംബൈയില് ഞങ്ങളുടെ പിക്കിളിന്റെ ബ്രാഞ്ച് തുടങ്ങാൻ പോണെന്ന് ആ ബേട്ട വന്ന് പറഞ്ഞപ്പോ തന്നെ അക്കന്റെ സമാധാനം പോയല്ല. സമാധാനം സന്തോഷവും പോയി. അതെ മാനേരെ, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം. അത്ര ചിരിക്കണ്ട. ഇതിനപ്പുറത്തൊരു പഴഞ്ചൊല്ല് പഠിച്ചിട്ട് ഞാൻ നാളെ വരും. മതി, പഠിച്ചിട്ട് മതി, അല്ലെ തെറ്റിപ്പോ. മടിഞ്ഞോട്ട് ചെല്ല്. പറയാനറിയോ?